വീട്ടുജോലികളുണ്ടല്ലോ ഒരു കടൽ പോലെയാണ്. എത്ര തീർത്താലും അത് പിന്നെയും പിന്നെയും വരും. ഈ തിരക്കിൽ നിന്ന് ആർക്കെങ്കിലും ഒരു ബ്രേക്ക് വേണോ? നമ്മൾ ഏതേലും വീട്ടമ്മമാരോട് ചോദിക്കുവാന്ന് വെച്ചോ, നീ എപ്പോഴാ ഒന്ന് ഫ്രീ ആവുക, എപ്പോഴാ നിന്റെ പണിയൊക്കെ ഒന്ന് കഴിയുക എന്ന്. അന്നേരം അവർ പറയും, ഹാ എൻ്റെ പണിയോ, അതൊരു കാലത്തും തീരില്ല, എനിക്കിവിടെ നിന്ന് തിരിയാൻ സമയമില്ല, രാവിലെ തുടങ്ങിയാൽ രാത്രി വരെ ഓട്ടം തന്നെ. ഇങ്ങനെയുള്ള ആൻസറുകളൊക്കെ ആയിരിക്കും അവരുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോണത്. സത്യത്തിൽ വീട്ടുജോലികൾ നമുക്ക് പലപ്പോഴും ബോറടിപ്പിക്കുന്നതായും അതേപോലെ ഭയങ്കര ഭാരമുള്ളതായും തോന്നുന്നത് അത് ഒരേപോലെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ്. ഇതിനെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ബേബി സ്റ്റെപ്പ്. നമുക്ക് കൂടുതലായിട്ട് ജോലിയൊക്കെ ചെയ്ത് മടുപ്പ് തോന്നാതെ ഇരിക്കാനായിട്ട് ബേബി സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. ഈ കുഞ്ഞു കുട്ടികൾ പിച്ച വെച്ച് നടക്കും പോലെ ക്ലീനിങ്ങിലും നമുക്ക് പിച്ച വെച്ച് നടക്കാം. അതായത് ഒരുപാട് പേർക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ ചത്ത് കിടന്ന് പണിയെടുക്കാനായിരിക്കും ഇഷ്ടം. പക്ഷെ അതല്ല, നമ്മൾ ഒറ്റ ദിവസം ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അന്നത്തെ ദിവസം നമ്മൾ മൊത്തത്തിൽ ടയേർഡായിരിക്കും. അതുമാത്രമല്ല, ഈ ക്ലീനിങ് എല്ലാം കൂട്ടി വെച്ചിരുന്നത് കൊണ്ട് ഇതിന് മുന്നത്തെ ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വീട് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നും ഉണ്ടാവില്ല. അപ്പോഴായിരിക്കും അപ്രതീക്ഷിതമായി നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞു കുഞ്ഞു ചുവടുവെപ്പുകളിലൂടെ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെയിലി റൊട്ടീനാക്കി അങ്ങ് മാറ്റാം. രാവിലെ എണീറ്റ് കഴിയുമ്പോൾ പല്ല് തേക്കുക, മുഖം കഴുകുക എന്നുള്ളത് നമ്മുടെ ഒരു ഡെയിലി റൊട്ടീനാണ്. അതിൽ നമ്മൾ ഒരു മുടക്കവും വരുത്തില്ല. അതേപോലെ നമ്മുടെ വീട് അടിച്ചു വാരി എന്നും ഇട്ടേക്കുക എന്നത് നമ്മുടെ ഡെയിലി റൊട്ടീനാക്കി മാറ്റുക. എന്നാൽ അതിന് 1 മണിക്കൂറിൻ്റെയും 2 മണിക്കൂറിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മതിയാകും. അടുത്ത സ്റ്റെപ്പാണ് പാട്ട് കേൾക്കുക എന്നുള്ളത്. നിങ്ങൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് ജോലി ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ച് അങ്ങ് അടിപൊളിയായി എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ അങ്ങനെയാണ് മിക്കവാറും ജോലികൾ ചെയ്യാറ്. ഈ സംഗീതമുണ്ടല്ലോ നമ്മുടെ തലച്ചോറിൽ ഡോപാമിൻ ഉൽപ്പാദിപ്പിക്കുകയും നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയോട് മടുപ്പ് കുറയ്ക്കുകയും ചെയ്യും. അടുത്ത സ്റ്റെപ്പാണ് ഷൈനി സിങ്ക്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ സിങ്ക് എപ്പോഴും വൃത്തിയാക്കി വെക്കുക. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ സിങ്കിൽ പാത്രങ്ങൾ കുന്നുകൂടി ഇടുമ്പോൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ മടുക്കും. എന്നാൽ സിങ്കിൽ പാത്രങ്ങളൊന്നുമില്ല, സിങ്ക് നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അടുക്കളയുടെ ബാക്കി ഭാഗങ്ങൾ കുറച്ചൊന്ന് വൃത്തികേടായാൽ പോലും നമുക്ക് ഒരു വൃത്തിയുള്ളതായിട്ട് തന്നെ തോന്നും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഏതൊരവസരത്തിലും സിങ്ക് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് തരും. അടുത്തതായിട്ട് നമുക്ക് വീട്ടുജോലികൾ ഒരു ഭാരമായി തോന്നാറുള്ളത് വേറൊന്നും കണ്ടല്ല, നമ്മൾ എത്ര ചെയ്താലും തീരാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാം എന്തേലും പണികൾ കാണും. വീട്ടുജോലികൾ പലപ്പോഴും അവസാനമില്ലാത്ത ഒരു കടമ്പയായി തോന്നാറുണ്ട്. എന്നാൽ നമുക്കിതിന് ചെയ്യാൻ പറ്റുന്നത് ഒരു രസകരമായ ഗെയിം പോലെ ടൈമർ ഉപയോഗിക്കുക എന്നതാണ്. ടൈമർ ഒന്നും സെറ്റ് ചെയ്യാതെ വെറുതെ അങ്ങോട്ട് ജോലിക്ക് ഇറങ്ങുന്നതിന് പകരം ഈ ജോലി ഞാൻ വെറും 1/2 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തീർക്കും എന്ന് നമ്മൾ സ്വയം അങ്ങ് തീരുമാനിക്കുക. എന്നിട്ട് 1 മണിക്കൂറിൻ്റെ ടൈമർ ഫോണിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മത്സരം തുടങ്ങാം. ടൈമർ ഓൺ ആക്കിയാൽ പിന്നെ നിങ്ങൾ ആ സമയത്തോട് മത്സരിക്കുകയാണ്. അപ്പോൾ സമയം കഴിയുന്നതിന് മുൻപ് നമുക്ക് ജോലി പൂർത്തിയാക്കാൻ ഒരു ചെറിയ ആവേശം മനസ്സിൽ തോന്നും. ഇത് ജോലികൾ വേഗത്തിൽ തീർക്കാനും സഹായിക്കും. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ ഉത്സാഹമൊന്നും കാണില്ല. പതിയെ തളർന്നും മടുപ്പോടും കൂടിയാവും ജോലികൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അന്നേരം സമയം ഒരുപാട് അങ്ങ് പോവുകയും ചെയ്യും. ജോലികളാണെങ്കിൽ ഒട്ടും തീരത്തുമില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇടവേളകളിലെ സന്തോഷം. അതായത് ഓരോ ജോലിക്കും ഇടയിൽ ചെറിയൊരു ഇടവേള കിട്ടുമ്പോൾ, ഉദാഹരണത്തിന് 20 മിനിറ്റ് ജോലി, 5 മിനിറ്റ് വിശ്രമം, ആ രീതിയിൽ. അപ്പം മനസ്സിന് ഒരു ഉന്മേഷം ലഭിക്കും. ഈ ഇടവേളകളിൽ ഒരു കപ്പ് ചായ കുടിക്കുകയോ പാട്ട് കേൾക്കുകയോ ഫോൺ നോക്കുകയോ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഈ രീതിയിൽ ടൈമർ ഉപയോഗിക്കുമ്പോൾ എത്ര നേരമായി ഞാനിത് ചെയ്യുന്നു എന്ന ചിന്ത മാറിയിട്ട് ഇനി ഇത്ര സമയം കൂടി എന്നൊരു ലക്ഷ്യബോധം ഉണ്ടാകും. ഇത് ജോലിയോടുള്ള മടുപ്പ് കുറയ്ക്കാൻ വലിയ രീതിയിൽ നമ്മളെ സഹായിക്കും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് സോൺ ക്ലീനിങ്. അതെന്താന്ന് വെച്ചാൽ വീട് മുഴുവൻ ഒരേ സമയം വൃത്തിയാക്കുന്നതിന് പകരം വീടിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് ഓരോ ദിവസവും ഓരോ ഭാഗം മാത്രം വൃത്തിയാക്കുന്നതിന് പറയുന്നതാണ് സോൺ ക്ലീനിങ് എന്ന്. സോൺ 1 അടുക്കള, സോൺ 2 ലിവിംഗ് റൂം, സോൺ 3 ബെഡ്റൂംസ്, സോൺ 4 സിറ്റ് ഔട്ട്. ഇങ്ങനെ തരം തിരിച്ചിരിക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും വീട് മുഴുവൻ വൃത്തിയാക്കേണ്ടി വരുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഒരു പ്രത്യേക സോണിൽ മാത്രം ശ്രദ്ധിച്ച് അത് മാത്രം വൃത്തിയാക്കിയാൽ മതി.
ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ശരിക്കും ഉള്ളത്. വീട് മുഴുവൻ ഒറ്റയടിക്ക് വൃത്തിയാക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സുകൊണ്ടും അതേപോലെ ശരീരം കൊണ്ടും ഒക്കെ തളർന്നു പോകാനായിട്ടാണ് ഇടയാകുന്നത്. ഒരു ചെറിയ ഭാഗം മാത്രം വൃത്തിയാക്കിയാൽ മതിയെന്ന ചിന്ത ജോലിയെ ചെറുതാക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങും ഉണ്ടാവും. ഏത് ദിവസമാണ് ഏത് ഭാഗം വൃത്തിയാക്കേണ്ടതെന്ന് നേരത്തെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് ജോലിയിൽ ഒരു വ്യക്തത ഉണ്ടാവും. കൂടാതെ സമയം ലാഭിക്കാനും ഇത് സഹായിക്കുന്നു. ദിവസവും ഒരു ചെറിയ സമയം മാത്രം ഇതിനായിട്ട് നീക്കി വെച്ചാൽ മതിയാകും. അതേപോലെ വീട് മുഴുവൻ എപ്പോഴും ഒരു പരിധിവരെ വൃത്തിയായി സൂക്ഷിക്കാൻ ഈ രീതി നമ്മളെ സഹായിക്കും. ചില സമയത്തൊക്കെ പെട്ടെന്നായിരിക്കും അപ്രതീക്ഷിതമായിട്ട് ഗസ്റ്റുകളൊക്കെ വരുന്നത്. അന്നേരം നമുക്ക് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നീറ്റായിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വീടൊക്കെ ഉണ്ടാവുക. ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കണേ, നല്ല അടിപൊളിയാണ്. ഇനി ആഴ്ചയിലല്ലെങ്കിലും നമുക്ക് എല്ലാ ദിവസവും ഒരു റൊട്ടീനായിട്ട് 15 മിനിറ്റ് മതിയാവും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ഇന്നൊരു ദിവസം ലിവിങ് റൂം ആയിരിക്കും, നാളെ ബെഡ്റൂം ആയിരിക്കും. അപ്പോൾ ഒരാഴ്ച കൊണ്ട് നമ്മൾ എല്ലാ റൂമുകളിലും എത്തും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ല് തേക്കും പോലെ അത്രയും സിമ്പിളായ ഒരു റൊട്ടീനായി ഇതും മാറും. ഒട്ടും സ്ട്രെസ് ഉണ്ടാവില്ല. എപ്പോഴും വീട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. പിന്നുണ്ടല്ലോ, വീട്ടുജോലി ഭാരം വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ല വഴി ക്ലീൻ ആസ് യു ഗോ എന്ന രീതിയാണ്. വീട്ടുജോലികൾ ഇനി ഭാരമാവില്ല. ഇപ്പോൾ നമ്മൾ ചായ കുടിച്ചാൽ ഉടൻ തന്നെ കപ്പ് അങ്ങ് കഴുകി വെച്ചേക്കുക. എവിടെയെങ്കിലും പോയി വന്നാൽ ആ വസ്ത്രങ്ങൾ അലക്കാനുള്ളതാണെങ്കിൽ ഉടൻ തന്നെ അതിൻ്റെ ബാസ്ക്കറ്റിൽ ഇടുക. ഇതൊക്കെ ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുവെങ്കിലും ദിവസം മുഴുവൻ പണിയെടുക്കുന്നതിനേക്കാൾ ഭാരം കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ അനാവശ്യമായ സാധനങ്ങൾ കുറയ്ക്കുക. വീട്ടിൽ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് വൃത്തിയാക്കാൻ കൂടുതൽ സമയം എടുക്കാനായിട്ട് ഇടയാകും. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പിന്നീട് ആവശ്യം വന്നാലോ എന്ന് കരുതി എവിടെയെങ്കിലുമൊക്കെ കൂട്ടിയിട്ടേക്കുന്നതായിരിക്കും. പക്ഷെ അത് ഒഴിവാക്കുന്നതാണ് വീട് വൃത്തിയായി കിടക്കാനായിട്ട് എപ്പോഴും നല്ലത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നിങ്ങളുടെ വീട് മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല, മറിച്ച് നിങ്ങൾക്കും കുടുംബത്തിനും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരിടമാണ്. അതുകൊണ്ട് അമിതമായി വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തളരുന്നതിനേക്കാൾ നിങ്ങൾക്കും കുടുംബത്തിനും ഒന്നിച്ച് ചെലവഴിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ഇന്നു മുതൽ ചെറിയൊരു മാറ്റം വരുത്താൻ ശ്രമിച്ചു നോക്കൂ. എല്ലാം പെർഫെക്റ്റ് ആവണം എന്ന് നിർബന്ധം പിടിക്കാതെ നമുക്ക് മനസ്സിന് തൃപ്തികരമായ രീതിയിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സന്തോഷമാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ടാറ്റാ, ബൈ ബൈ.